الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾ പരസ്പരം പുലർത്തേണ്ട ബന്ധത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും ധാരാളം വാക്യങ്ങൾ കാണാൻ സാധിക്കും. അവരുടെ ബന്ധങ്ങൾ സുദൃഢമായിരിക്കണം. അള്ളാഹു പറയുന്നത് കാണാൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങളായ പുരുഷന്മാരും അതേപോലെ തന്നെ സ്ത്രീകളും അവരിൽ ചിലർക്ക് വലിയകളാണ്, ഔലിയാക്കളാണ്, ഉറ്റമിത്രങ്ങളാണ്. അപ്പോൾ ഏത് മുഅ്മിനാകട്ടെ അവനോട് മാനസികമായ ഒരു ഐക്യപ്പെടൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതേപ്രകാരം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. നമ്മൾ സ്ഥിരം കേട്ടിരിക്കുന്ന ഒരു ഹദീസായിരിക്കും. ഒരു മുഅ്മിൻ വേറൊരു മുഅ്മിനിന് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉപമ എന്നത് ഒരു ബിൽഡിംഗ് പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. അതിൻ്റെ ചില ഭാഗങ്ങൾ മറ്റ് ചില ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്നു ചേരുമ്പോഴാണ് അതിന് ശക്തി ആർജിക്കുക. എന്നതുപോലെ മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സൗഹൃദം പങ്കിടേണ്ടതുണ്ട്. ഇത് പല മേഖലകളിൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്ന അവരുടെ ഇടപാടുകളിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരസ്പരം ദുആ ചെയ്യുക എന്നുള്ളത്. ഇത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യരും പല പല അവസ്ഥകളിലായിരിക്കും. അവർക്ക് പല പല ആവശ്യങ്ങളുണ്ടാകും. ഓരോ ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക എന്നുള്ളത് ഖുർആനിൻ്റെ അധ്യാപനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. എത്രത്തോളം എന്നാൽ ഒരു വിശ്വാസി മരിച്ചുപോയി, മരണപ്പെട്ടുപോയി, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ഖബർ ജീവിതത്തിലാണ്. അവരെ വരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നല്ലവരായ വിശ്വാസികളുടെ കടമയാണെന്നാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അതിങ്ങനെ പറയുന്നത് കാണാം. വല്ലദീന ജാഊ മിൻ ബഅദിഹിം
സ്വഹാബികൾക്ക് ശേഷം വരുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ യഖൂലൂന, അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ദുആ ചെയ്യുന്നത്? റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം, പാപമോചനം നൽകണം. ഞങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയിരിക്കുന്ന വിശ്വാസികൾക്കും നീ പാപമോചനം കൊടുക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വിശ്വാസികളിൽ ആരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഒരു പ്രയാസം, ഒരു പക, ഒരു വിദ്വേഷം ഉണ്ടാക്കരുതേ. നീ കൃപ ചെയ്യുന്നവരാണ്, കരുണ ചൊരിയുന്നവരാണ്. ഇത് സ്വഹാബികൾക്ക് ശേഷം വരുന്ന വിശ്വാസികളുടെ, നല്ലവരായ വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ എടുത്തു പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റും ധാരാളം ആളുകളുണ്ടാകും. ചിലപ്പോൾ പാപികളായ ആളുകളായിരിക്കാം, തിന്മ ചെയ്യുന്നവരുണ്ടാകാം. അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. അവരെയും അവരുടെ പാപം പൊറുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യുക. ഏതാണോ നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികളുടെ ആവശ്യം അത് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആരെങ്കിലും വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി പാപമോചനം തേടിയാൽ, അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്താൽ, കതബല്ലാഹു ലഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഹസന. ഇങ്ങനെ ദുആ ചെയ്ത ഒരാൾക്ക് ലഭിക്കുന്ന നന്മയുടെ വലുപ്പം വളരെ ഗംഭീരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി ഒരു നന്മ ഇവന് രേഖപ്പെടുത്തും. എത്ര മുഅ്മിനീങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, എത്രയോ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട്. ഓരോ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടിയിട്ട് ഒരു പ്രതിഫലം ചെയ്യും, ഈ ദുആ ചെയ്തവനെ രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, ഒരു മുഅ്മിന് വേണ്ടി ദുആ ചെയ്താൽ അതെനിക്കൊരു പ്രതിഫലം. രണ്ടു പേർക്ക് വേണ്ടി ദുആ ചെയ്താൽ രണ്ടു പ്രതിഫലം. മുഅ്മിനീങ്ങൾക്ക് അഖിലം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്താൽ സകല മുഅ്മിനീങ്ങൾക്കും അവരുടെ എണ്ണത്തിനനുസരിച്ചുള്ള പ്രതിഫലം കരഗതമാക്കാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന അമ്പിയാക്കൾ അഖിലവും ചെയ്ത പ്രാർത്ഥനയാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാരണം, ഒന്നാമത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാം. അവിടുന്ന് പ്രാർത്ഥിച്ചു, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണം, എൻ്റെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം കൊടുക്കണം, മുഅ്മിനീങ്ങളായി എൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചിരിക്കുന്ന, മുസ്ലിമായി എൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം, സകല മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം എന്ന് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാണാം, റബ്ബന ഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ, എനിക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അഖിലവും വിചാരണയുടെ നാളിൽ അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ കൽപ്പന കാണാം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. താങ്കൾ അറിയണം, മനസ്സിലാക്കണം, ഇബാദത്തിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. താങ്കൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തണം. അതേ പ്രകാരം തന്നെ വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കണം, അവർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം കാണാം, കൽപ്പന കാണാം. അപ്പോൾ അമ്പിയാക്കൾ അഖിലം ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. മുഅ്മിനീങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പുറത്തു കൊടുക്കാൻ, അവർക്ക് അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ. മഗ്ഫിറത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തിരിക്കുന്ന പാപം എന്ത് ചെയ്യുക, മറച്ചു വെക്കുക എന്നർത്ഥം. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ, ഞാനൊരു പാപം ചെയ്തു പോയി, അല്ലാഹുവേ നീ അത് മറച്ചു വെക്കണമേ, അത് നീ വെളിപ്പെടുത്തരുതേ, അതിൻ്റെ പ്രത്യാഘാതം എനിക്ക് നീ ഉണ്ടാക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാണ്, എൻ്റെ അയൽവാസിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ടി, കൂടെ പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം?
അള്ളാഹുവേ അവൻ്റെ പാപങ്ങൾ നീ വെളിപ്പെടുത്തരുതേ, മറച്ചു വെക്കണമേ, അവർ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് നീ അതിൻ്റെ പ്രത്യാഘാതം ശിക്ഷ കൊടുക്കരുതേ എന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം ദുആ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ദുആ ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിന് നേർവിപരീതമായി കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ എടുത്തു പറയുക, ഒരാൾ ചെയ്ത പാപം നാം കണ്ടാൽ മറ്റൊരാളോട് പറയുക, അതിങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, എത്ര ഗുരുതരമായ പാപമായിരിക്കും അത്, തിന്മയായിരിക്കും. തിന്മകൾ മൂടിവെക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ മേൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരോടുള്ള കൽപ്പന, ശാസന ഏതാണ്? അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട്. ഓരോ മുഅ്മിനീങ്ങളും ആവശ്യക്കാരാണ്, മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലേക്ക് ആവശ്യക്കാരാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളുണ്ടാകാം. ചിലപ്പോൾ രോഗികളുണ്ടാകാം, ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി രോഗം ബാധിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ടാകും. ഓരോ നാടുകളിലും ഉണ്ടാകും, കുടുംബങ്ങളിലുണ്ടാകും, അയൽവാസികളിലുണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് നീ ശമനം കൊടുക്കണമേ, അവരുടെ രോഗം നീ പൂർണ്ണമായി ശിഫ കൊടുക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം, മൻ ആദ മരീദൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു, ലം യഹ്ദുർ അജലുഹു, ആ രോഗിയുടെ പ്രത്യേകത അവന്റെ ആയുസ് എത്തിയിട്ടില്ല, അള്ളാഹു വിധിച്ചിരിക്കുന്ന ആയുസ് അവൻ എത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു രോഗിയാണ്. അങ്ങനെ ആ രോഗിയുടെ അടുക്കലെത്തുകയും ഫഖാല ഇൻദഹു സബ്അ മർറാത്തിൻ, എന്നിട്ട് ആ രോഗിയുടെ അടുക്കൽ നിന്നുകൊണ്ട് ഇവൻ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക്, മഹോന്നതനായ അള്ളാഹുവിനോട്, മഹത്തായ അർശിന്റെ ഉടമയായ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്, അള്ളാഹു നിനക്ക് ശിഫ നൽകട്ടെ എന്ന് 7 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ഇല്ല ആഫഹുല്ലാഹ്, അള്ളാഹു അവന് സൗഖ്യം നൽകിയിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. അള്ളാഹു എന്ത് ചെയ്യും? സുഖം കൊടുക്കും, ശമനം കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരണം വിധിച്ച് അതിന്റെ സമയമെത്താത്തയാളാണ് എങ്കിൽ അവൻ അള്ളാഹു ശമനം കൊടുത്തിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ രോഗികൾക്ക് വേണ്ടി അവരെ സന്ദർശിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വ്യത്യസ്തങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകും. പല പല പരീക്ഷണങ്ങൾ, യുദ്ധങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അനാഥരായ ബാല്യങ്ങൾ ധാരാളം ഉണ്ടാകും. അതേപോലെ തന്നെ വിധവകളാക്കപ്പെട്ടവർ, കഠിനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സമ്പത്ത് നഷ്ടപ്പെട്ടവർ, വീട് ഭവനം നഷ്ടപ്പെട്ടവർ, അങ്ങനെ സകലതും നഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളുണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടായാൽ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഖുനൂത്തിൽ വരെയും എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ അവർക്ക് വേണ്ടി അവരുടെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. അതേപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാകും, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവരുണ്ടാകും. മുഅ്മിനീങ്ങൾക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. എനിക്ക് എന്ത് നന്മ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അത് എൻ്റെ സഹോദരനായ മുഅ്മിനു വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. എൻ്റെ അയൽവാസിക്ക് വേണം, എൻ്റെ സഹോദരങ്ങൾക്ക്, കൂടെ ജോലി ചെയ്യുന്നവർ, ആർക്കാണെങ്കിലും നന്മ വരണം എന്ന് ആഗ്രഹിക്കൽ മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. എന്നാലേ അവൻ്റെ ഈമാൻ പരിപൂർണമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ദാരിദ്ര്യത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. ഈ വിഷയത്തിൽ വളരെ അത്ഭുതകരമായ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലിഅഖീഹി ബിളഹിരിൽ ഗൈബ്, ഒരു മുസ്ലിമായ സഹോദരൻ തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് അവൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥന, അത് മുസ്തജാബ, ഉത്തരം നൽകപ്പെടുന്നതാണ്. ഒരു മുസ്ലിം സഹോദരൻ തൻ്റെ സഹോദരന് വേണ്ടിയിട്ട്, ആ സഹോദരൻ നമ്മുടെ മുന്നിലില്ല, അവൻ അറിയുന്നില്ല, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക്, സഹോദര സംസാരിക്കരുത് ഖുതുബയുടെ ഇടയിൽ, അത് ജുമാ തന്നെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. ഖുതുബ ശ്രവിക്കുക എന്നുള്ള നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട്
ഖുതുബയുടെ ഇടയിലുള്ള സംസാരം ഒഴിവാക്കണം. അള്ളാഹു തന്നെ നല്ല തൗഫീക്ക് നൽകട്ടെ. എത്രത്തോളം എന്നാൽ സംസാരിക്കുന്ന ഒരാളോട് അത് കാണുന്നയാൾ മിണ്ടാതിരിക്കൂ എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ്. ഖത്തീബിന് പറയാം, ഒരാൾ അവിടെ നിന്ന് സംസാരിക്കുകയാണ്, അപ്പോൾ വേറൊരാൾ കാണുകയാണ്, അപ്പോൾ അവനോട് പറയാൻ പാടില്ല മിണ്ടരുത് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും ആ മിണ്ടരുതെന്ന് പറഞ്ഞവനെന്താവും? പാപിയായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. ജുമുഅയുടെ ഖുത്ബ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം വെള്ളിയാഴ്ച ദിവസം മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ അവിടെ രേഖപ്പെടുത്താൻ മലായിക്കത്ത് നിൽക്കുന്നതാണ്. പള്ളിയുടെ വാതിലുകളിൽ ഇമാം ഖത്തീബ് മിമ്പറിൽ പ്രവേശിച്ചാൽ മലായിക്കത്ത് അത് അവസാനിപ്പിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഖുത്ബ ശ്രവിക്കാൻ വരും. സുബ്ഹാനല്ലാഹ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജുമയുടെ ഖുത്ബ എന്നുള്ളത്. അപ്പോൾ അത് ഖുത്ബ പറയുന്ന ഖത്തീബുമാരെ ശ്രദ്ധിക്കണം, പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരും ശ്രദ്ധിക്കണം, അതുപോലെ കേൾവിക്കാരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുത്ബയുടെ പ്രാധാന്യം അത് വളരെ ഗൗരവത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ തന്നെ കൽപ്പനയാണ്. ജുമുഅ ദിവസം നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസൗ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വേഗതയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഖുത്ബ കേൾക്കാൻ പോകണം എന്നാണ് മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ഖുത്ബയുടെ ഇടയിലുള്ള സംസാരം ചിലപ്പോൾ അറിവില്ലാതെ കൊണ്ടാകുക, എങ്ങനെയാണെങ്കിലും അത് അവസാനിപ്പിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സഹോദരൻ ഒരു മുസ്ലിം സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. മുസ്തജാബത്താണത്, ഉത്തരമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇൻദ റഅസിഹി മലക്കുൻ മുവക്കൽ, ഈ പ്രാർത്ഥിക്കുന്നവന്റെ തലഭാഗത്ത് ഒരു മലക്കിനെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കുല്ലമാ ദആ ലി അഖീഹി ബിഖൈരിൻ ഖാലൽ മലക്, തന്റെ സഹോദരന് വേണ്ടി നന്മ ലഭിക്കാൻ എപ്പോഴെല്ലാം അവൻ പ്രാർത്ഥിക്കുന്നുവോ ആ മലക്കപ്പോൾ പറയും, ആമീൻ, അള്ളാഹു ഈ ദുആ സ്വീകരിക്കണമേ, വലക ബിമിസ്ലി, നിനക്കും അതുപോലുള്ളത് നൽകണമേ, ലഭിക്കട്ടെ, അള്ളാഹു അവന് കൊടുക്കണമേ എന്നീ മലക്ക് പ്രാർത്ഥിക്കും. എത്ര ഗൗരവം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരറിയേണ്ടതില്ല, അവരറിയാതെ പ്രാർത്ഥിക്കുക. ഇതിന് വിശദീകരിക്കുന്നിടത്ത് ഇമാം നബവി റഹിമഹുല്ലാ പറഞ്ഞതാണ് ഒരു കാര്യം. അദ്ദേഹം പറയുകയാണ്, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ശ്രേഷ്ഠത ഇതിലുണ്ട് അവരുടെ അഭാവത്തിൽ. അത് വലൗ ദആ ലി ജമാഅത്തിൻ മിനൽ മുസ്ലിമീൻ, ഏതെങ്കിലും മുസ്ലിമീങ്ങളുടെ പ്രത്യേകമായ സംഘത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചാലും അത് കിട്ടും. അതേപോലെ തന്നെ വലൗ ദആ ലി ജുംലത്തിൽ മുസ്ലിം, മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അതിന് പ്രതിഫലം കിട്ടും. എന്നിട്ട് അവന് പറയാണ്, വകാന ബഅദു സലഫ്, സലഫുകളിൽ ചില ആളുകളായിരുന്നു, ഇദാ അറാദ അൻ യദ്ഉവ ലിനഫ്സി, അവർ സ്വന്തം കാര്യം എന്തെങ്കിലും ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യദ്ഉ ലി അഖീഹിൽ മുസ്ലിം, തന്റെ സഹോദരനായ മുസ്ലിമിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ രോഗം മാറണം, എൻ്റെ പ്രയാസം ദൂരീകരിക്കണം, എനിക്ക് പഠിക്കാൻ പ്രയാസമുണ്ട്, പഠിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം എനിക്ക് അനുഭവപ്പെടുകയാണ്, കച്ചവടത്തിൽ പ്രയാസം അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അയൽവാസിയായ മനുഷ്യൻ അവൻ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട്, അവന് വേണ്ടി ദുആ ചെയ്യും. അല്ലെങ്കിൽ അവന് രോഗമുണ്ട്, അവന് വേണ്ടി ഞാൻ ദുആ ചെയ്യും. അവന്റെ പ്രയാസം എന്താ, അതിനുവേണ്ടി ഞാൻ ദുആ ചെയ്യും. എന്തിനാണ്? അപ്പോൾ ലി അഖീൽ മുസ്ലിമി ബിതിൽക ദഅവ, ഞാൻ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ പോകുന്ന കാര്യം ഏതാണോ അത് ആ സഹോദരന് വേണ്ടി ചോദിക്കും. കാരണം എന്താണ്? ലി അന്നഹാ തുസ്തജാബ്, ആ ചോദ്യത്തിന്, ആ ദുആക്ക് ഉത്തരമുണ്ട്, ഉത്തരം നൽകപ്പെടും. വയഹ്സുലു ലഹു മിസ്ലുഹാ, അവനും എന്ത് ചെയ്യും? അതേപോലുള്ളതായ കാര്യം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് സലഫുകളിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അവർ ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണിത്, മാർഗമാണിത്. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അത് നമ്മുടെ ഹൃദയം ശുദ്ധിയാകാനും ഏറ്റവും നല്ല കാര്യമാണ്. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ശത്രുതയില്ലാത്ത, മുസ്ലിമീങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്താൻ നല്ല മനസ്സുണ്ടെങ്കിൽ ഇത് സാധിക്കുകയുള്ളൂ. ഇത് വിശ്വാസികൾക്ക് സാധിക്കണം. നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ അവർ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കവർന്നിട്ടുണ്ടാകാം. എന്തായിക്കോട്ടെ, മുസ്ലിമാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുക. അത് മുഖേന വലിയ നന്മ ലഭിക്കും. ഒരു ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ, എല്ലാ മുസ്ലിമീങ്ങളും സദഖ ചെയ്യണം. എല്ലാ മുസ്ലിമീങ്ങളും സദഖ ചെയ്യണം, അവർ ദാനം ചെയ്യണം. സ്വഹാബികൾ ചോദിച്ചു, ഫഇൻ ലം യജിദ്, ഒരാൾക്ക് സദഖ ചെയ്യാൻ ഒന്നുമില്ലെങ്കിലോ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅമലു ബിയദിഹി ഫയൻഫഉ വയതസദ്ദഖ്, അവൻ പണിക്ക് പോകണം, ജോലി ചെയ്യണം. ജോലി ചെയ്ത് അവനും അവൻ്റെ കുടുംബത്തിനും എന്ത് ചെയ്യണം? ചെലവ് കൊടുക്കണം. ബാക്കിയുള്ള എന്ത് ചെയ്യണം? സദഖ ചെയ്യണം. സദഖ എടുക്കാനൊന്നുമില്ല, നീ പണിയെടുത്തോ, പണിയെടുത്തിട്ട് നീ നിന്റെ കുടുംബം പോറ്റുക, ബാക്കി വരുന്നു സദഖ ചെയ്യുക. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഫഇൻ ലം യസ്തതി, അവനക്ക് അങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, പണിയെടുക്കാൻ സാധിക്കുന്നില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുഈനു ദൽ ഹാജത്തിൽ മൽഹൂഫ്, എന്നാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടാവും, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക. ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ആശ്വാസവചനെങ്കിലും പറഞ്ഞു കൊടുക്കുക, അവനെ സഹായിക്കാൻ അല്ലെങ്കിൽ വേറൊരാളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരാളെ സഹായിക്കുക. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഫഇൻ ലം യഫഅൽ, അതിനും ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയഅ്മുർ ബിൽ മഅറൂഫ്, അല്ലെങ്കിൽ ഫൽയഅ്മുർ ബിൽ ഖൈർ, അവൻ നല്ലത് പറഞ്ഞു കൊടുക്കട്ടെ, ആളുകൾക്ക് നല്ല വർത്തമാനങ്ങൾ പറയട്ടെ, നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കട്ടെ, മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക്, അയൽവാസികൾക്ക്, നമ്മുടെ കീഴിലുള്ള ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കട്ടെ. വീണ്ടും സഹാബികൾ ചോദിച്ചു, ഫഇൻ ലം യഫഅൽ, അതിനും ഒരാൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുംസിക് അനിശ്ശർരി, എന്നാൽ അവൻ ആളുകളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഫഇന്നഹു ലഹു സദഖ, അതവനക്ക് സദഖയാണ്. നീ നിന്റെ ഭാഗത്ത് നിന്ന് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കട്ടെ. നമ്മൾ ആദ്യ ഖുത്ബയിൽ പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? മറ്റുള്ളവർക്ക് ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കുക, അവർക്കെതിരിൽ പ്രാർത്ഥിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകൾ പറഞ്ഞൊരു കാര്യമാണ്. മുഅ്മിനീങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ലഅനാകാൻ പാടില്ല. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന, ശപിക്കുന്ന, മറ്റുള്ള ആളുകൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്ന ആളുകളാകാൻ പാടില്ല. അവരോട് കുത്തുവാക്കുകൾ പറയുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്ന ആളുകളാകാൻ പാടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. സാധിക്കുന്നില്ലേ? അവർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുന്നില്ലേ? മിണ്ടാതിരിക്കുക, നീ ഉപദ്രവം ചെയ്യാതിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതും നിനക്കെന്താണ്? സദഖ. നീ ഒരാളെ ഉപദ്രവിക്കുന്നില്ല എങ്കിൽ അത് സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. യഥാർത്ഥത്തിലുള്ള മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവ് കൊണ്ട്, അവൻ്റെ കൈകൾ കൊണ്ട് മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാത്തവരാണ്, മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.